യുക്തിവാദ സംഘടനയിൽ ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അതായത് അനൂപിനെ പോയി കാണൂ എന്നാ പറയുന്നത്. ബിസിനസ് പുള്ളി പറയുന്നത് ബിസിനസിനെ പറ്റിട്ടാ. എന്റെ പൊന്നെ അനൂപ് സാറിന്റെ ഈ സെഗ്മെന്റ് ശാസ്ത്രീയമാക്കി അംഗീകരിച്ചിട്ട് എത്ര വർഷമായി? സൈക്കോളജി. റോജൻ എന്താ ചെയ്യുന്നത്? സ്പിരിച്വൽ ഹീലർ ആണ് സാർ. സാർ നമുക്ക് എനർജി ലെവലിൽ നമുക്ക് പല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറ്റാൻ പറ്റും. അത് നമുക്ക് ചിന്തകളാവാം, നമുക്ക് മറ്റു പല പ്രശ്നങ്ങളാവാം. ഒന്നുമില്ല, നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ഉയർത്താൻ പറ്റും. അത്രേ ഉള്ളൂ. താങ്കൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസിലാണല്ലോ. അതെ, അതായത് സാർ ഞാനേ വർഷങ്ങൾക്ക് മുന്നേ ഒരു മാധ്യമ പ്രവർത്തനായിരുന്നു. ഞാൻ അവിടെ അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. കേട്ടോ, ഞാൻ അവിടെ ഇരിക്കുന്ന ആളാ. ഞാൻ ഇതുപോലെ തന്നെ എല്ലാത്തിനെയും വിമർശിച്ച് നടന്ന വ്യക്തിയാണ്. എന്ത് പറ്റിയെന്ന്, എനിക്കൊരു അപകടം പറ്റി, ഒരു ആക്സിഡന്റ് പറ്റി. ഞാനൊരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന എനിക്ക് ഒരു അപകടം പറ്റുന്നു. വണ്ടി, എന്റെ ബൈക്ക് ഒരു കാറിനടിയിലോട്ട് പോകുന്നു. എനിക്കൊരു 1.5 മണിക്കൂറത്തേക്ക് എന്റെ മൊത്തം കട്ടായി പോയി. എന്റെ തലയൊന്ന് ഇടിച്ചിരുന്നു. മരിച്ചോ? എനിക്കറിയില്ല മരിച്ചു. എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാൻ പാടില്ല. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നെ തന്നെ യെസ്, എനിക്ക് ആ എനർജി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനർജി കാണാൻ പറ്റുന്നുണ്ട്. എന്റെ അടുത്ത് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. എന്റെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സാർ, അത് ഞാൻ എന്റെ ഹാലൂസിനേഷൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ തോന്നലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എനർജിയാണെന്ന്. അത് മരിക്കാൻ പോകുമ്പോൾ നമ്മളെ കണ്ട ആവശ്യമില്ലല്ലോ. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആശുപത്രി പോയപ്പോ എന്റെ നട്ടില് പൊട്ടിപ്പോയി. ഞാൻ പാരലൈസറായി. എന്ത് പറ്റുന്ന അപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റുന്ന ഒരു 3-4 മാസം ഞാൻ അവിടെ കിടന്നു. എന്റെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോയി. എന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വരുന്നു. ഞാൻ എന്റെ ലൈഫ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്താ, നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ മുഖം പിന്നീട് അങ്ങ് മാറും. നമ്മൾ നടക്കുന്ന പോലെയല്ല ജീവിതം. ഇത് എന്തെങ്കിലും നടപടി ആവില്ല. നമുക്ക് എഴുന്നേക്കാൻ പോലെ നട്ടിൽ ഓൾറെഡി പൊട്ടിപ്പോയി. ഇവിടെ നിന്നാണ് ഞാൻ പിന്നീട് എന്റെ സ്പിരിച്വാലിറ്റിയെ പറ്റി മനുഷ്യൻ അന്ന് ഞാൻ കണ്ടത് എന്താന്ന് പിന്നെ എന്റെ അന്വേഷണം ഞാൻ തുടങ്ങി. ഞാൻ പൂർണ്ണമായിട്ടുള്ള എല്ലാ മതപരമായിട്ട്, ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു. പൂർണ്ണമായിട്ടുള്ള എല്ലാ മതവിശ്വാസങ്ങളും ഞാനങ്ങ് വിട്ടു. എന്നിട്ട് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഞാൻ ചെന്ന് അവസാനിച്ചത് തക്കലയുള്ള എൻ്റെ ഗുരു ശ്രീ ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോയി ക്രിയായോഗയിൽ ദീക്ഷ സ്വീകരിച്ചു. ക്രിയായോഗ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിൽ അതീന്ദ്രിയമായ പവർ ഉണ്ടെന്നും അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നു. അതിന് ഒരു അമ്പലത്തിന്റെ മുന്നിലും ഒരു പള്ളിയുടെ മുന്നിലും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഉള്ളിലുള്ള പവറാണ്, ഇത് നമ്മുടെ ഉള്ളിൽ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത് എന്നിൽ എന്തോ ഒരു പ്രത്യേകത വരുന്നുണ്ട്. ഇന്ന് എന്ത് പ്രത്യേകത താങ്കളുള്ളത്? എനിക്ക് സോളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു. ആത്മാവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആളുകളെല്ലാം കാണാൻ വേണ്ടി വരുന്നു. ഇപ്പൊ കാണാൻ വേണ്ടി വരുന്ന ആളുകളോട് ഞാൻ കൂടി പോയി 10, 15, 20 മിനിറ്റ് സംസാരിക്കുള്ളൂ. എന്റെ അടുത്ത് പറ്റി ഒന്നും പറയുന്നും വേണ്ട എന്താണെന്ന് എനിക്കത് മനസ്സിലാവും. എനിക്ക് ഹാലൂസിനേഷൻ ആണെന്ന് തന്നെ വിചാരിച്ചു. ഞാൻ ചോദിക്കുന്നത് ഒരാളെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നു. അത് എന്തുകൊണ്ട്? അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്താന്ന് പറഞ്ഞാൽ, അതായത് സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ.